ഇന്നലെ ഇലക്ഷൻ കമ്മീഷന്റെ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ എൻ്റെ അയൽവാസിയായ സംഘത്തിന്റെ പ്രവർത്തകൻ തുളസീധരൻ പിള്ളേന്ന് കാണാമെന്ന് വിചാരിച്ചിറങ്ങി. എന്താണ് അഭിപ്രായം എന്നറിയാലോ? മൂപ്പരൻ എന്നെ കണ്ട പാടെ പറഞ്ഞു, എങ്ങനെയുണ്ടപ്പോൾ കണക്കിന് കിട്ടിയില്ലേ, പോരെ രാഹുൽ ഗാന്ധിക്ക്, ഇപ്പോൾ എങ്ങനെയുണ്ട്, വാദി പ്രതിയായില്ലേ? തുളസീധരൻ പിള്ള വളരെ ഹാപ്പിയായി. കാരണം BJP ഓഫീസിൽ ഇരുന്നൊരു പത്രസമ്മേളനം നടത്തിയാൽ എങ്ങനെ പറയുമോ അതേപോലെയാണ് ഇന്നലെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പത്രസമ്മേളനം നടത്തിയതെന്നാണ് ആര് പറയണത്? ചില കോൺഗ്രസ് നേതാക്കൾ പറയണത്. അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിഞ്ഞൂടാ കേട്ടോ. ഞാൻ അങ്ങനെയാണോ ഉണ്ടായതെന്ന് നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് പറഞ്ഞാൽ നന്നായി. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹം ഹിന്ദി മാത്രമേ, പരിശുദ്ധമായ ഹിന്ദിയിലാണ് സംസാരിച്ചത്. ഒരു ഹിന്ദി വിദ്വാൻ ക്ലാസ്സിൽ പോയിരുന്ന ഒരു അനുഭവം ഉണ്ടായി. വേറൊരു ഭാഷയിലും സംസാരിച്ച് നമ്മൾ കണ്ടില്ല. പുള്ളി നമ്മുടെ കേരളത്തിലൊക്കെ കളക്ടറായിരുന്നു അത്രേ. അപ്പോൾ അറിയാം, കാരണം കേരളത്തിലൊന്നും അങ്ങനെ ഹിന്ദി ധാരാളം പറയുന്ന ആൾക്കാരില്ല. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലൊക്കെ ഇത്തിരി കുറവാണ്, തമിഴ്നാടും കേരളത്തിലൊക്കെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് അമിത്ഷാ പറഞ്ഞത് എല്ലാവരും ഹിന്ദി പറയണമെന്ന്. കാരണം എല്ലാവർക്കും ഹിന്ദി മനസ്സിലായാലാണ് ഈ BJP നേതാക്കൾക്ക് ഇവിടെ വന്നിട്ടുള്ള അവരുടെ പ്രചരണം കുറച്ചും കൂടി ഈസിയാവൂ. അതുകൊണ്ടാണ് BJPക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും ഒന്നും ക്ലച്ച് പിടിക്കാത്തതെന്നാണ് അമിത്ഷായുടെ കണ്ടുപിടുത്തം. സ്പേസ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമ്മീഷൻ എന്നുള്ളൊരു കാര്യം പറഞ്ഞു, രാഹുൽ ഗാന്ധി മാപ്പ് പറയണം പോലും. ഒരാഴ്ചത്തെ സമയം കണ്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 7 ദിവസം സമയം കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ മൂപ്പര് സത്യവാങ്മൂലം ഫയൽ ചെയ്ത് കാര്യങ്ങൾ തെളിവ് സഹിതം കമ്മീഷൻ്റെ മുമ്പിൽ കൊടുത്തിട്ടില്ലെങ്കിൽ ഉറപ്പാണ് എന്തു പറയണം, രാഹുൽ ഗാന്ധി മാപ്പ് പറയണം. കാരണം ഈ ആക്ഷേപങ്ങൾ മുഴുവൻ ഉന്നയിച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധിയല്ലേ. കർണാടകയിലെ ഒരു മണ്ഡലത്തിൽ മാത്രം 1.5 ലക്ഷം കള്ളവോട്ടുകൾ ഉണ്ടായി എന്നാണ് പറയണത്. എവിടെ എന്നാണ് ചോദിക്കുന്നത്. എവിടെ തെളിവ്? എവിടെ? നിങ്ങൾ കൊണ്ടുവരൂ. അങ്ങനെ പറഞ്ഞാൽ ഈ 1.5 ലക്ഷം പേർക്കൊക്കെ നോട്ടീസ് അയച്ചിട്ട് നമുക്ക് ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ കമ്മീഷനെ കൊണ്ട് പറ്റില്ലപ്പാ. കാരണം വളരെ കുറച്ച് സ്റ്റാഫേ ഉള്ളൂ. അവരെയൊക്കെ വെച്ചിട്ട് ഇത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഇനി നടക്കണ കാര്യമല്ല എന്ന് കമ്മീഷൻ തുറന്നു പറഞ്ഞു. കമ്മീഷന് പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ ഒന്നുമില്ല. അവർക്ക് ആ ഒരൊറ്റ പക്ഷേ ഉള്ളൂ. ആ പക്ഷം നിങ്ങൾക്ക് തോന്നിക്കാണും. ഇന്ത്യയിലെ ജനങ്ങൾ ഇന്നലെ അത് കേട്ടപ്പോൾ തോന്നിക്കാണും. കാരണം മുമ്പ് വളരെ ഹിന്ദിയിൽ വളരെ ഭംഗിയായിട്ട് കൃത്യമായിട്ട് പറഞ്ഞു. ആകെ വോട്ടർമാർ മാത്രമാണ് ഈ കമ്മീഷൻ്റെ മുമ്പിലുള്ളത്. ഒരു വോട്ടർമാരാണെങ്കിലും അവർക്ക് വോട്ടില്ലാതെ വിടില്ല എന്നാണ് പറഞ്ഞത്. ഏത് വോട്ടർമാരായാലും, വീടില്ലെങ്കിലും പറയാമല്ലോ, പാവം വീടൊന്നും ഉണ്ടാവില്ല, വഴിയോരങ്ങളിൽ കിടക്കുന്നവർ, പാതയോരങ്ങളിൽ കിടക്കുന്നവർക്ക്. പക്ഷെ അവർക്ക് പൗരനെന്നുള്ളതിൽ വോട്ടവകാശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പുവരുത്തത്രേ. അതുകൊണ്ടാണ് വീട്ടു നമ്പർ 000 എന്നൊക്കെ ആവുന്നത്. ഈശ്വര, എത്ര 0 ഉണ്ടെന്നറിയില്ല. ഈ 0കളുടെ എണ്ണം കണക്കാക്കിയാൽ ചിലപ്പോൾ ഇന്ത്യയിലെ വീടില്ലാത്തവരുടെ എണ്ണം കിട്ടാനുള്ള ഒരു എളുപ്പ സ്റ്റാറ്റിസ്റ്റിക്സ് ആവും. അത് ചിലപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിന്, കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു അടിയായി തീരാനാണ് ചാൻസ്. കാരണം ഇത്ര അധികം 0 ഉണ്ടെന്ന് നാട്ടുകാരൊക്കെ അറിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലെ ഒരു ബോഡി പറഞ്ഞു കഴിയുമ്പോൾ മോദിക്ക് നാണക്കേടാവില്ലേ എന്ന് ആലോചിക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ കോൺഗ്രസിൻ്റെ സുഹൃത്ത് പറയണത്. അതൊരു ശരിയില്ലേ എന്ന് ആലോചിക്കുമ്പോൾ തോന്നുന്നുണ്ടോ, മൂപ്പര് പറഞ്ഞതൊരു വിഡ്ഢിത്തായി പോയോ എന്ന് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. അപ്പോഴാണ് വേറൊരു സുഹൃത്ത് ചോദിക്കുന്നത്, ഈ അച്ഛൻ്റെ പേരെങ്ങനെ ABCD അല്ലെങ്കിൽ PQRS ഒക്കെ ആവണത്? അങ്ങനെയുണ്ടാവുമോ ചില പേരുകൾ എന്നാണ്. അതിനെപ്പറ്റിയൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്നു. ശരിയാണ്, അതിനെപ്പറ്റി മൂപ്പരൊന്നും പറഞ്ഞില്ല, ഒരു കമൻറ്റും പറഞ്ഞില്ല. കാരണം ഈ അച്ഛനില്ലാത്ത വോട്ടർമാരുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതൊരു നാണക്കേടല്ലേ. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന് പെട്ടെന്ന് പ്രത്യേകിച്ച് അതൊരു നാണക്കേടാണ്. ആ കാര്യത്തിന് മുമ്പ് സൈലൻ്റായി. അതാണ് ഏറ്റവും നല്ലത് എന്ന് പുള്ളി വിചാരിച്ചു കാണും. പിന്നെ കേരളത്തിലെയും തൃശ്ശൂരിലേക്ക് കാര്യങ്ങൾ, വയനാട്ടിലേക്ക് ചോദിച്ചപ്പോൾ പറഞ്ഞു ടൈം ബാറായ കേസാണ്. അതിനെപ്പറ്റി നമുക്ക് ആലോചിക്കേണ്ട കാര്യമില്ല. ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ അപ്പം നിങ്ങൾ പറയണമായിരുന്നു. ഇപ്പം ഇനി കുത്തിപ്പോക്കി കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? അപ്പം അത് തള്ളിക്കളാ, അത് നടക്കില്ല. പിന്നെ ബീഹാറിലെ ശുദ്ധീകരണം, അത് പട്ടിക ശുദ്ധീകരിച്ചേ പറ്റൂ. അതിനിപ്പോൾ ബീഹാറിൽ മാത്രമല്ല കേട്ടോ, ഇനി വരാൻ പോകുന്ന ഇവിടെ പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ ഉടനെ നടക്കാൻ പോകുന്നിടത്തൊക്കെ ഇലക്ഷൻ നടത്തും. അവിടെയൊക്കെ എന്തായാലും ഈ അനധികൃത അനധികൃതമായി കുടിയേറിയവർക്ക് വോട്ടവകാശം കൊടുക്കാൻ പറ്റില്ല. അത് ഭാരതീയ സംസ്കാരമുള്ളവർ, ഭാരതീയ പൗരന്മാർക്ക് മാത്രമേ കിട്ടുള്ളൂ. വിദേശത്തു നിന്നൊക്കെ തള്ളിക്കയറിയവരുണ്ട്. അപ്പോൾ അവർക്കൊന്നും വോട്ടവകാശം കൊടുക്കാൻ യാതൊരു നിവൃത്തിയില്ല.
അതുകൊണ്ട് അവരെ ഒഴിവാക്കിയിട്ടുള്ള പട്ടിക ശുദ്ധീകരണം നടക്കും. അതിനി ആര് വിചാരിച്ചാലും നടത്തിയിരിക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോഴാണ് നമ്മുടെ കോൺഗ്രസ് സുഹൃത്ത് വെച്ച് ഇദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ അതോ BJPയുടെ വക്താവാണോ എന്ന് ചോദിക്കുന്നത് കേട്ടു. നമുക്ക് മിണ്ടാൻ പറ്റുമോ? അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. ഉറക്കെ പറയരുത്, ശരിയല്ല. നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നമ്മൾ വിശ്വസിച്ച് ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ കണ്ടെത്താൻ വേണ്ടി അത് സംഘടിപ്പിക്കുന്ന നിഷ്പക്ഷമായ ഒരു ബോഡിയാണത്. അതിനങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ കോൺഗ്രസ്സുകാരന് അത് തടക്കിയാണ്. കാരണം എന്താ അറിയോ, അവരുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 240ഓളം സീറ്റുകളിലെത്തി ഇന്ത്യ മുന്നണിക്ക് ഭരണം കയ്യെത്തും ദൂരത്ത് വെച്ച് നഷ്ടപ്പെട്ടു. അത് വെറുതെ അല്ല. BJPക്കാർ ഈ വിധത്തിൽ കുറേ സീറ്റുകൾ വിജയിച്ചു അത്രേ. നരേന്ദ്രമോദി അടക്കം ആദ്യം പിന്നിലായിരുന്നു, പിന്നെ പെട്ടെന്നാണ് അത്ര മുന്നിലായത്. അത് അസൂയ കൊണ്ട് പറയണതാന്ന് വിചാരിക്കാം. പക്ഷേ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഈ കർണാടകയിലെ ഇവരൊക്കെ പുറത്തു വരുമ്പോൾ ചെറുതായെങ്കിലും ചിലർ സംശയിക്കും. ചില BJP നേതാക്കളും ഉള്ളുകൊണ്ട് രഹസ്യമായിട്ട് അവർ ഒരു സൈലൻസ് കീപ്പ് ചെയ്യുന്നതിൻ്റെ അർത്ഥം ഒരു സമ്മതം തന്നെ അല്ലേ എന്നുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപി ആണെങ്കിൽ ഇന്നൊക്കെ തൃശ്ശൂർ പ്രതികരിച്ചത് നമ്മൾ കണ്ടു. എന്താ പറഞ്ഞത്? അതൊക്കെ ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് പത്രസമ്മേളനം വിളിക്കുന്നുണ്ട്, മറുപടി പറയുന്നതാണ് പറഞ്ഞത്. അത് മൂപ്പർക്ക് നേരത്തെ അറിയാം എന്നതാണ് മറുപടി പറയാൻ പോണത് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അത് എവിടുന്നോ കൊടുത്തൊരു ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് മറുപടി പറഞ്ഞതായിരിക്കും എന്നുള്ളത് സുരേഷ് ഗോപിക്ക് നേരത്തെ അറിയാമായിരുന്നിരിക്കണം എന്നാണ് കോൺഗ്രസിൻ്റെ നേതാവ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ കൂടെ നമ്മുടെ സുരേഷ് ഗോപിക്കാർ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഈ ആക്ഷേപം ഉന്നയിക്കുന്നവരുണ്ടല്ലോ, അവരൊക്കെ വാനരന്മാരാണ്. നമ്മളൊരു കാര്യം ആലോചിക്കണം കേട്ടോ. ശ്രീരാമരാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ. ശ്രീരാമൻ്റെ വലിയ ദാസനാണ് ഹനുമാൻ. വാനര വിഭാഗത്തിൽപ്പെട്ടതാണ് ഹനുമാൻ. അപ്പോൾ ഈ വാനരന്മാരെ പുച്ഛിക്കുമ്പോൾ അത് ആഞ്ജനേയനെ പുച്ഛിക്കുന്നതിന് തുല്യമാണെന്നുള്ള കാര്യം മറക്കരുത്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ചില സമയത്ത് കുരങ്ങനും കലിയിളകിയാൽ അത് വലിയ പ്രശ്നമാവും എന്നുള്ള മാന്തി പൊളിക്കുവൻ. അതുകൊണ്ട് അവൻ്റെ കയ്യിൽ പെടാൻ നമ്മളൊന്ന് കരുതലോടെ ഇരിക്കുന്നത് നല്ലതായിരിക്കും. ഒരു കാര്യം ഉറപ്പായി, രാഹുൽ ഗാന്ധി ബീഹാറിലൂടെ തെക്കും വടക്കും നടന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. വോട്ടർ പട്ടിക പുതുക്കും, അത് തീരുമാനിച്ചുറപ്പിച്ചതാണ്. ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കും, ചേർക്കേണ്ടവരെ ചേർക്കും എന്നവരാണ്. അപ്പോഴാണ് നമ്മുടെ റിപ്പോർട്ടർ TVയിലെ അരുൺ കുമാർ ഇന്നലത്തെ എഡിറ്റേഴ്സ് മീറ്റിൽ ഒരു കാര്യം പറയുന്നത്. ഒരു TV ചാനൽ നടത്തിയ സർവേയിൽ ബീഹാറിൽ അരുൺ കുമാർ പറയുന്നതിനാണ് കേട്ടുകളയാം. 1,280,000 വ്യാജ വോട്ടുകളാണ് മഹാദേവ്പുര എന്ന നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ചേർത്തത് എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ ഒരു വാക്ക് ഉരിയാടിയിട്ടുണ്ടോ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ? ഇന്നതിൻ്റെ ചുവട് പിടിച്ചല്ലേ ബാക്കിയുള്ള ബീഹാറിലെ SIRൽ റിവിഷൻ നടന്ന വോട്ടർ പട്ടികയിൽ ഇനി സെപ്റ്റംബർ 1-ാം തീയതി അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനിരിക്കെ ഇതിനകം 3 മണ്ഡലങ്ങളിൽ നടത്തിയ പരിശോധനയിൽ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് കണ്ടെത്തിയത് 80,000 വോട്ടാണ് സാർ. 80,000 കള്ളവോട്ട് ഇതിനകം ബീഹാറിൽ കണ്ടെത്തിയിട്ടില്ലേ? മഹാദേവ്പുരയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് ബീഹാറിലെ കണക്ക് വെച്ചുകൊണ്ട് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് സമർത്ഥിക്കുന്നില്ലേ? 3 മണ്ഡലങ്ങൾ പിപ്ര, ബാഖ, മോട്ടിഹരി. കേട്ടല്ലോ, ഇതാണ് എൻ്റെ സത്യം. ഇതാണ് സംഭവിച്ചതെങ്കിൽ അയ്യോ എൻ്റെ ജ്ഞാനേഷ് കുമാർ സാറേ, ഇത് വലിയ അപകടമാണ്, ഇത് വലിയ ദുരന്തമാണ്. ഈ വിധത്തിലാണ് വോട്ടേഴ്സ് ലിസ്റ്റ് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ ശരണമെന്നേ പറയാനുള്ളൂ, മറ്റൊന്നും പറയാനില്ല. നമോവാഹും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.